ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ന് കുറച്ച് നേരത്തെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചില ഇതിലൊക്കെ കേട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ മറുപടി തരേണ്ട കാര്യങ്ങളാണ്, പക്ഷെ എനിക്ക് സാധിച്ചില്ല. അപ്പോൾ ഇന്നത്തെ കേസിനെ കുറിച്ച് നമുക്ക് പറയാം. കേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ കേസ് 99.99 മറ്റേ കീടാണുക്കളുടെ പരസ്യമില്ലേ, അതുപോലെ തന്നെ 99.99% ഇന്നത്തെ കേസ് കോടതി തുടങ്ങുന്നതിന് മുമ്പേ തന്നെ മാറ്റിവെക്കാനാണ് സാധ്യത. 1% ചാൻസ് മാത്രമേ ഉള്ളൂ മറ്റ് ജഡ്ജ് ഇത് പോസ്റ്റ്പോൺ ചെയ്യുന്ന കാര്യത്തിൽ. 99.99% ഉറപ്പാണ് ഇത് ഇവരുടെ തന്നെ, ഇവർ കൊടുത്ത കേസാണ്. അപ്പോൾ ഇവർക്ക് മാറ്റിവെക്കാനുള്ള അവകാശമുണ്ട്. 1-2 തവണയൊക്കെ മാറ്റിവെക്കാൻ പറ്റും. ഇവർ 7 തവണ മാറ്റിവെച്ച ചരിത്രമുള്ള ആൾക്കാരാണ്. ബെച്ചു കുര്യൻ തോമസ് സാറുടെ ബെഞ്ചിൽ 7 തവണയാണ് ഇവർ ഒരു കേസ് മാറ്റിവെച്ചിരുന്നത്. ഏതാണ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വത്സൻ സാറുടെ FIR ക്വാഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള കേസാണ് ഇവർ 7 തവണ മാറ്റിവെച്ചിരുന്നത്. അപ്പോൾ അത് പിൻവലിച്ച് ഓടിയ ആൾക്കാരാണ് പിന്നെയും വത്സൻ സാറുടെ പരാതി അങ്ങനെയാണ് ഇങ്ങനെയാണ് ഉളുപ്പില്ലാത്ത എന്താ പറയുക, എനിക്ക് കുറേ പറയണമെന്നുണ്ട്. പക്ഷേങ്കിൽ ചില ആൾക്കാരൊക്കെ, എന്നെ അറിയുന്ന ആൾക്കാരൊക്കെ കാണുമ്പോൾ പറയും, നീ എന്തിനാ ഇങ്ങനെ ഈറ്റളെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചീത്തയൊക്കെ പറയുന്നത്, അതൊന്നും പറയരുത്. പിന്നെ പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കേസ് കൊടുക്കുന്നുണ്ട്. ഇവർക്ക് നിക്കപ്പുറതിയില്ലാണ്ടായി, ലീഡർമാരടക്കം കേസ് കൊടുത്താലേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞു തുടങ്ങി. പിന്നെ ഇപ്പോൾ ഇപ്പോൾ ഒരു പുതിയൊരു ടീം, ഒന്നാം കിടയല്ലേ, 2ാം കിട ടീം ഉയർന്നു വരുന്നുണ്ട്. അവർക്ക് ഇതെന്താന്ന് പോലും അറിയാത്തൊരു ടീമാണ്. എന്ന് വെച്ചാൽ അവർക്കുള്ള കാര്യം തന്നെ അവർക്ക് പൈസ കിട്ടണം എങ്ങനെയായാലും, അത് വിചാരിച്ചിട്ടാണ് അവർ നിൽക്കുന്നത്. ചില 1ാം നിര ടീമൊക്കെ സൈഡായി, അവരെങ്ങനെ ഇതിൽ നിന്ന് ഊരാമെന്നുള്ള ചിന്തയിലാണ്. ആർക്ക് പൈസ കൊടുത്താലാണ് ഇത് ഊരി തരുക എന്ന് പറയുന്ന ടീമാണ് 1ാം നിര ടീം. നമ്മൾ പണ്ട് ഈ ഹയർച്ചൊക്കെ നടന്ന സമയത്ത് കോട്ടിട്ടിട്ടും പോഷ് നടത്തിയിരുന്ന ആൾക്കാരൊക്കെ വാനിഷ്ഡ്. അപ്പോൾ അവരൊക്കെ മാറിയിട്ട് ഇപ്പം ഗതികേട് കൊണ്ട് ഇതിൽ വന്നു ചേർന്നു. മറ്റുള്ളവരൊക്കെ പൈസ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. കുറച്ച് പൈസയൊക്കെ ഇട്ട് പിന്നെ നല്ല രീതിയിൽ ആർഭാടൊക്കെ കാണിച്ച് നല്ല രീതിയിൽ സ്വത്തുക്കളൊക്കെ വാങ്ങിക്കൂട്ടിയ ആൾക്കാരാണ്. എന്നാൽ ഇപ്പോൾ ഉള്ള ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോ ഗതിയുമില്ലാത്ത ടീമുകളാണ് ഇപ്പോൾ അടിഞ്ഞുകൂടിയിരിക്കുന്ന ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ വാളെടുത്തവനെല്ലാം എന്തോ പറയുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും അഡ്മിനാണ് ആ ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും അഡ്മിനാണ്. അപ്പോൾ ഫുൾ ഗതിയോട് കൊണ്ടാണ് അവരെ ഓർത്ത് എനിക്ക് സങ്കടം മാത്രമേ ഉള്ളൂ. ഓരോരാളുടെ കഥ നമ്മൾ കേട്ടതാണ്. എന്നുവെച്ചാൽ നമുക്ക് ആൾക്കാർ പറഞ്ഞു തരും എന്താണ് ഇവർ. അപ്പോൾ അവരെയൊക്കെ ഓർത്തിട്ട് വളരെ സങ്കടം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അവരെ പേരെടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഫിജീഷിനെ കുറിച്ചോ അല്ലെങ്കിൽ ജിനിലിനെ കുറിച്ചോ മറ്റുള്ളവരെ കുറിച്ചൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അത് അവർക്ക് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയവരാണ്. പക്ഷേ ഈറ്റളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയവരാണ്. ബുദ്ധി ലെവലാശമില്ലാത്ത, അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ ആകാൻ വേണ്ടിയിട്ട് അടുത്ത ജന്മത്തിലെങ്കിലും അവരെ പോലെ ജിനിലിനെ പോലെ ഇത്രയും കോടികൾ ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിരിക്കുന്നതാണ്. പിന്നെ അവർക്ക് ബുദ്ധിയുടെ കുറവ് നന്നായിട്ടുണ്ട് എന്ന് പറയാം. അതുകൊണ്ടാണ് ഇപ്പോൾ ആൾക്കാരെ കേസ് കൊടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാട്. അവരുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് കൊടുത്തില്ലെങ്കിൽ ഈ കമ്പനി തിരിച്ചു വരും എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഒരു പോലീസ് റിപ്പോർട്ട് മതി ഒരു ബഡ്സിൻ്റെ തട്ടിപ്പ് കമ്പനി പൂട്ടാൻ എന്നുള്ള കാര്യം ഇവന്മാർക്ക് അറിയില്ല തോന്നുന്നു. ഇവരുടെ കാര്യം ഇവർ വിചാരിച്ചു കേസില്ലെങ്കിൽ നമ്മുടെ ഇത് തിരിച്ചു വരും. ഇൻ്റലിജൻസിന് അടക്കം അറിയാം, പോലീസ് ഇൻ്റലിജൻസിന് അടക്കം അറിയാം എന്തുകൊണ്ടാണ് ഇവർ കേസ് കൊടുക്കാത്തത്. അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അറിഞ്ഞോ അറിയാതെയോ ഈ മണിച്ചതിൻ്റെ ഭാഗമാണ്, ഒരു കണ്ണിയാണ് ഇവർ. അപ്പോൾ ഇവർ പിന്നെ ഇപ്പോൾ അറിയാം, നമുക്ക് നമ്മുടെ ഒരു ആദ്യത്തെ പരാതിക്കാരൻ്റെ അമ്മ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവർ നേരിട്ട ദുരവങ്ങൾ അവർ പറയുന്നത്, നിങ്ങളും ഇതുപോലെ കണ്ണിയാണല്ലോ, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ കേസ് കൊടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പോലീസ് ചോദിച്ചത്. പക്ഷേ അതിനെയൊക്കെ അങ്ങനെയല്ല, അത് ആ സമയത്ത് അങ്ങനെ ആയിരുന്നു. പക്ഷേങ്കിൽ ഇപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഇത് തന്നെ പറ്റിക്കുകയായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അതിനെ മറികടന്നു. പക്ഷേങ്കിൽ ഇത് ഇവർക്കൊക്കെ ഉള്ളിൽ നമ്മളൊക്കെ തെറ്റ് ചെയ്തവരാണ് എന്നുള്ളതുണ്ട്. പക്ഷേ അത് മറച്ചു വെച്ചിട്ടാണ് ഇവർ കേസ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. മറ്റുള്ളവർ കേസ് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇവരുടെ പേരിൽ FIRകൾ വരുമെന്നുള്ളതാണ്. ഇപ്പോൾ പോലീസ് കമ്പനിക്ക് ശ്രീനക്കും പ്രതാപനും എതിരെ മാത്രമല്ല ലീഡർമാർക്കെതിരെയും FIRകളിൽ പേര് ലീഡർമാർക്കെതിരെയും വരാൻ തുടങ്ങി. അപ്പോൾ പോലീസിനെ കുറിച്ച് ഇപ്പം നല്ല ബോധവന്മാരാണ് ഇപ്പം SHO എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അവരൊക്കെ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ആർക്കാണ് പൈസ കൊടുത്തത്, അവരെന്തായാലും വെക്കണം, എന്നാൽ മാത്രമേ
അല്ലാണ്ട് നിങ്ങൾ സീനക്കോ പ്രതാപനോ അല്ലല്ലോ കൊടുത്തിരിക്കുന്നത്. നിങ്ങളിങ്ങനെ ഓൺലൈനായിട്ട് അവർക്ക് അയച്ചുവെങ്കിലും നിങ്ങൾക്ക് ആരെങ്കിലും ഒരാൾ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ, ഈ ഒരു തട്ടിപ്പിലേക്ക് ചേരാൻ വേണ്ടി പ്രേരിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരുടെ പേര് വെക്കണം എന്നൊക്കെയാണ് ഇപ്പം പോലീസ് പറയുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇവർ FIRൽ പേര് വന്നു കഴിഞ്ഞാൽ ഇവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുമോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇവർ ഈ പരിപാടിക്ക് നിൽക്കുന്നത്. അതേസമയം ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പൈസ തിരിച്ചു കിട്ടുക എന്ന് തന്നെയാണ്. നിങ്ങൾ ഓർക്കണം, ചില ആൾക്കാരൊക്കെ പറയുന്നത് പേപ്പർ വായിക്കാൻ പാടില്ല, TV കാണാൻ പാടില്ല, യൂട്യൂബ് കാണാൻ പാടില്ല. എന്താണ് ഇവരുടെയൊക്കെ അവസ്ഥ അല്ലേ? ഒന്നും പാടില്ല ഇവർക്ക്. ഈ പത്രത്തിൽ ഇവരുടെ വാർത്ത സത്യസന്ധമായിട്ട്, അല്ലെങ്കിൽ KD പ്രതാപനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നത് സത്യമല്ലാത്ത വാർത്തയാണോ? ഇപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ KD പ്രതാപനെ അറസ്റ്റ് ചെയ്തിട്ടില്ല? കഴിഞ്ഞ ഡിസംബർ 1-ാം തീയതി അറസ്റ്റ് ചെയ്ത സമയത്ത് ഇവർ പറയുന്നത് ഫേക്ക് ന്യൂസാണ്. എൻ്റെ ആ വീഡിയോക്ക് പ്രതാപനെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്ന ഡിസംബറിലെ ആ വീഡിയോക്ക് അടിയിൽ നോക്കൂ, ഫേക്ക് ന്യൂസ് എന്ന് പറഞ്ഞിട്ട് അടിച്ചു വിടുന്നുണ്ടാവും. അപ്പോൾ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോകളും മുക്കിയ ആൾക്കാരാണ് ഇവർ. അറിയാമോ നിങ്ങൾക്ക്? 738 വിജയമന്ത്ര എപ്പിസോഡുകൾ മുക്കിയ ആളാണ് ജിനിൽ ജോസഫ്. എത്ര വീഡിയോകൾ മുക്കി, ആരൊക്കെ മുക്കി? മുക്കാത്തവരാരും ഉണ്ടോ? എല്ലാവരും തന്നെ വീഡിയോകൾ മുക്കിയവരാണ്. എന്തുകൊണ്ട് എന്ന് നിങ്ങൾ തിരിച്ചു ചോദിക്കണം. എന്തുകൊണ്ട് ഈ വീഡിയോകളൊക്കെ മുക്കി? നമ്മുടെ കമ്പനി സത്യത്തിൻ്റെ കമ്പനിയല്ലേ? നമ്മൾ തെറ്റെന്തും ചെയ്തിരുന്നുണ്ടോ? പിന്നെ എന്തിനാണ് നമ്മുടെ വീഡിയോകൾ മുക്കിയത് എന്ന് ചോദിക്കണം. ഇവരുടെ സീലിംഗ് അച്ചീവർ, അങ്ങനെയുള്ളത് ഇങ്ങനെയുള്ളത് എല്ലാം തന്നെ മുക്കിയില്ലേ? എന്തിനു മുക്കി? ഉത്തരവുണ്ടോ? അതുകൊണ്ടാണ് തട്ടിപ്പായിരുന്നു, കളവായിരുന്നു, ചതിക്കലായിരുന്നു, മണീച്ചേനായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഇനി ആൾക്കാരെ കാണിക്കാൻ പറ്റില്ല. അത് ലക്ഷ്യം നിങ്ങളെ ചതിക്കൽ മാത്രമായിരുന്നു. പോലീസുകാർക്ക് അപ്പോൾ എന്തെങ്കിലും ചിക്കിലി കൊടുത്തിട്ടോ, അല്ലെങ്കിൽ നമ്മൾ വലിയ കമ്പനിയാണ്, ലോകത്തെ ആമസോണിനെ തകർക്കാൻ വന്ന കമ്പനിയാണ്, അതുകൊണ്ട് പോലീസെ നിങ്ങൾ ഇടപെടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്തൊക്കെ പറ്റിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പോൾ കഥ എല്ലാം തീർന്നു. ഇപ്പോൾ പോലീസുകാർക്കൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് യൂട്യൂബിൽ ഇട്ട വീഡിയോകൾ സ്വന്തം നിലക്ക് കുഞ്ഞമ്മ എന്ന് പറഞ്ഞ വീഡിയോ അടക്കം മുക്കിയില്ലേ ഇവർ? അതൊക്കെ എവിടെ? അതൊക്കെ ആൾക്കാർ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്കൊക്കെ കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചെടുക്കുകയാണ്. എവിടെ ആ വീഡിയോ ഒക്കെ? കുഞ്ഞമ്മ എന്നൊക്കെ പറഞ്ഞിട്ട്, പെറ്റമ്മ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോകൾ എവിടെ? എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇവരുടെ പ്ലാനുകൾ, ഇവരുടെ പ്രൊമോഷൻ, ഇവരുടെ എല്ലാ വീഡിയോകളും മുക്കിയിട്ടും നിങ്ങളിപ്പോഴും വിചാരിക്കുന്നുണ്ടോ ഇത് സത്യത്തിൻ്റെ കമ്പനിയാണ്, ദൈവം കയ്യൊപ്പിട്ട് കമ്പനിയാണ് എന്നൊക്കെ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ കഴിഞ്ഞിട്ട് കേസ് കൊടുത്താൽ പോരെ? കഴിഞ്ഞിട്ട് കേസ് കൊടുക്കുകയാണെങ്കിൽ കേസ് കൊടുക്കാൻ സാധിക്കും. സർക്കാരിലേക്ക് ഉള്ള പണം കണ്ടുകെട്ടി കഴിഞ്ഞാലും നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ സാധിക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തം നിലയ്ക്ക് വക്കീലിനെ വെച്ച് സർക്കാരിനെ എതിർകക്ഷിയാക്കിയിട്ട്, സർക്കാരെ നിങ്ങളുടെ കയ്യിലുള്ള പണം എൻ്റെതാണ്, ഞാൻ പണ്ടിങ്ങനെ ഒരു കള്ള കമ്പനിയിൽ കൊടുത്തിട്ട് ആ കമ്പനി നിങ്ങൾ ഫ്രീസ് ചെയ്ത് അറ്റാച്ച് ചെയ്ത് പിന്നെ സുരുക്കൂട്ടിയിൽ എൻ്റെ ഒരു പണം കൂടിയുണ്ട്, അത് തിരിച്ചു തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് FIR ഇട്ട് വക്കീലിനെ വെച്ച് ഒക്കെ കൊടുത്ത് പിന്നെ നിങ്ങൾ അതിൻ്റെ പുറകെ അപ്പോൾ പിന്നെ ബഡ്സ് ആയിരിക്കില്ല, ബഡ്സ് പ്രകാരം ആയിരിക്കില്ല. ബഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിക്ഷേപ തട്ടിപ്പിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അത് സർക്കാരിനെതിരെ കേസ് കൊടുത്ത് സർക്കാർ തരുമായിരിക്കും, നിങ്ങൾക്ക് തരുമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആയി വർഷങ്ങളുടെ കോടതി വ്യവഹാരത്തിന് ശേഷം നിങ്ങൾക്ക് പൈസ കിട്ടും. എന്നാൽ ഇപ്പോൾ നിങ്ങൾ കേസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളൊരു FIR ഇട്ടിട്ട് അതിൻ്റെ ഒരു കത്തോട് കൂടി എൻ്റെ FIR ഇത്രയാണ്, എൻ്റെ നിക്ഷേപം ഇത്രയാണ്, എനിക്ക് എൻ്റെ ലയബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുത്തി എൻ്റെ പൈസ തരാനുള്ള നടപടികൾ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കത്ത് മാത്രം മതി. അത് കോടതിയുടെ അപ്രൂവലിന് ശേഷം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ബഡ്സ് കോടതിയുടെ അപ്രൂവലിന് ശേഷം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതിന് ഒരു വക്കീലിനും വേണ്ട, ഒന്നും വേണ്ട. നിങ്ങളൊരു വെള്ളക്കടലാസിൽ പോലീസ് സ്റ്റേഷൻ, നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്താൽ മതി. നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ കിട്ടുന്നത് ഇതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, രണ്ട് കാര്യങ്ങൾ: എപ്പോൾ കേസ് കൊടുക്കണമെന്നും എന്തിനിവരെ നമ്മളൊരു കള്ള കമ്പനിയിൽ കൊടുത്തു, ഒരു കള്ള കമ്പനിയിൽ അല്ലെങ്കിൽ നമ്മളെ ഒരാൾ പറ്റിച്ചു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ലോകത്തുള്ള ഒരു കാര്യം അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞില്ലേ? എന്താ പോലെ പത്രം വായിക്കാൻ പാടില്ല, TV കാണാൻ പാടില്ല, യൂട്യൂബിലൊന്നും കാണാൻ പാടില്ല. നിങ്ങൾ എൻ്റെ വീഡിയോകളൊക്കെ ബഹിഷ്കരിച്ചോ? പക്ഷേ എങ്കിൽ യൂട്യൂബ് മുഴുവനായിട്ട് നിർത്തരുത്. അതിൽ ഒരുപാട് കാര്യങ്ങളുള്ളതാണ്. നിങ്ങൾ എന്നെ ബഹിഷ്കരിക്കൂ, അത് നിങ്ങൾ പണ്ട് ചെയ്തതാണല്ലേ.